ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനെ ഡൽഹിയിലെത്തിച്ചു. അസാമിലെ ദിബ്രുഗഡ് ജയിലിൽ നിന്നാണ് ഇയാളെ ഡൽഹിയിലെത്തിച്ചത്. അമൃത്പാലിൻ്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പഞ്ചാബിലെ ഖണ്ടൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമൃത്പാൽ സിംഗ് വിജയിച്ചത്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബിലെ ഖഡൂർ സാഹിബിൽ നിന്നാണ് ഖാലിസ്ഥാൻവാദി അമൃതപാൽ ലോക്സഭയിലേക്ക് വിജയിച്ചത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിലിൽ കിടന്ന് മത്സരിച്ച അമൃതപാൽ പിടിച്ചെടുത്തത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് ഇയാളെ ജയിലിൽ അടച്ചിട്ടുള്ളത്. അസാമിലെ ദിബ്രുഗഡ് ജയിലിൽ നിന്നും പരോൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് അമൃതപാലിനെ ഡൽഹിയിലെത്തിച്ചത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ചേംബറിൽ സത്യപ്രതിജ്ഞ നടക്കും. വാരിസ് പഞ്ചാബ് ദേയുടെ നേതാവായി കുപ്രസിദ്ധി നേടിയ അമൃതപാൽ പഞ്ചാബിൽ വിവിധ കേസുകളിൽ പ്രതിയാണ്. ഭാരതത്തിലെ പഞ്ചാബിനെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെയും വിഭജിച്ച് സിഖ് പരമാധികാര രാഷ്ട്രം വേണമെന്ന് പരസ്യമായി വാദിക്കുന്ന അമൃതപാൽ ഭിന്ദ്രൻവാലയുടെ ആരാധകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. ഇയാൾക്ക് പിന്നിൽ പാക് ചാരസംഘടനയായ ISI എന്നാണ് IB റിപ്പോർട്ട്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്ഥിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വരുമെന്ന് അമൃതപാൽ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാളെ കേന്ദ്ര ഏജൻസികൾ ജയിലിലടച്ചത്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, അമൃത്പാൽ സിംഗിനെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുകയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഈ വിഘടനവാദം തന്നെയായിരുന്നോ? എങ്കിൽ അത് എത്ര കണ്ട് ആഘാതം സൃഷ്ടിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്? ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചിന്തനം ആവശ്യമുള്ളതല്ലേ? തീർച്ചയായിട്ടും. അതായത് പഞ്ചാബിൽ നിന്നുള്ള ഈ ഒരു അമൃത്പാലിൻ്റെ വിജയം വലിയ തോതിൽ പഞ്ചാബിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകമാണ്. കാരണം ഇയാൾ പരസ്യമായി തന്നെ ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെയും ഒപ്പം ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബ് സംസ്ഥാനത്തെയും വിഭജിച്ച് ഒരു സിഖ് പരമാധികാര രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളാണ് ഈ 31-കാരനായിട്ടുള്ള അമൃതപാൽ സിംഗ്. മാത്രമല്ല, ഇയാൾ വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ്. നിലവിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് ഇയാളെ ജയിലിൽ അടച്ചിട്ടുള്ളത്. ഇയാൾ ഈ കുപ്രസിദ്ധി നേടി തുടങ്ങുന്നത് വാരിസ് പഞ്ചാബ് ദേ എന്ന സംഘടനയുടെ തലവനായി ഒരു സുപ്രഭാതത്തിൽ ഇയാളെ കാണപ്പെടുകയായിരുന്നു. നേരത്തെ ഡൽഹിയിൽ നടന്ന 2020-21 കാലത്ത് ഡൽഹിയിൽ നടന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇയാൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ജനുവരി 26-ന് റെഡ് ഫോർട്ടിൽ മതപരമായ പതാക, ഖാലിസ്ഥാൻ പതാക ഉയർത്തിയതിലൊക്കെ ഇയാൾ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു കൊടും ഭീകര സ്വഭാവമുള്ള വ്യക്തിയാണ്. അതിനാൽ ഇങ്ങനെ ഒരു വ്യക്തി പഞ്ചാബിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്നു എന്നത് സ്വാഭാവികമായും അവിടെ ഖാലിസ്ഥാൻ അനുകൂലമായ പിന്തുണയ്ക്കുന്ന മനസ്സുകൾ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ സംഘടനകൾക്ക് വലിയ വേരുകൾ പഞ്ചാബിൽ വീണ്ടും ഉണ്ടാകുന്നു. നമുക്കറിയാം 1970-കളുടെ പകുതിയിലും പിന്നീട് 80-കളിലുമാണ് ഭിന്ദ്രൻവാലയുടെയൊക്കെ നേതൃത്വത്തിൽ ഖാലിസ്ഥാൻ വാദം വലിയ തോതിൽ പഞ്ചാബിന്റെ മണ്ണിൽ കരുത്താർജിച്ചത്. പിന്നീട് അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനകത്ത് ഭാരതത്തിന്റെ സൈന്യത്തിന് കയറി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നിർണായക സൈനിക നീക്കം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും അമൃത്സർ നഗരം മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ടുള്ള വളരെ നിർണായക ഓപ്പറേഷനിലൂടെ പിന്നീട് ഭിന്ദ്രൻവാലയെ വധിച്ചതും അതിനുശേഷം സത്വന്ത് സിംഗ് എന്നും ബിയാന്ത് സിംഗ് എന്നും 2 അംഗരക്ഷകരുടെ വെടിയേറ്റ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മരിച്ചതുമൊക്കെ ഈ സിഖ് ഭീകരതയുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് കുറച്ചു കാലം അതൊന്ന് ശാന്തമായെങ്കിലും വീണ്ടും പഞ്ചാബിന്റെ ചില കോണുകളിൽ അത് കരുത്താർജിക്കുന്നു. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനമാണ്. മുൻപ് കോൺഗ്രസ് ഭരിച്ച് പിന്നീട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അതിനാൽ BJP വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരം പാർട്ടികൾ പഞ്ചാബ് ഭരിക്കുന്നതിനാലാണ് അവിടെ ഈ സിഖ് ഭീകരതയെ പൂർണ്ണമായി അടിച്ചമർത്താൻ കഴിയാത്തത് എന്നുള്ളതാണ്. എന്തായാലും ഈ അമൃതപാൽ സിംഗിനെ ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇയാൾ ആസാമിലെ ദിബ്രുഗഡ് ജയിലിലാണ് ഉണ്ടായിരുന്നത്. നാളെയോ മറ്റന്നാളിലോ ഇയാളുടെ സത്യപ്രതിജ്ഞ സ്പീക്കർ ഓം ബിർളയുടെ ചേംബറിൽ നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഐസർ. ശരി ഗൗതം.